ഹലോ ഗൈസ്, U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. U2C മീഡിയ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആദ്യം തന്നെ പറയാനുള്ളത്, ഒരാളവിടെ മാസാവാൻ വന്നു, ആസായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കണക്കിന് കൊടുത്ത് ഓരോരുത്തരും വരുന്നവരും പോകുന്നവരൊക്കെ വാരി വാരി ഇങ്ങനെ കൊടുക്കായിരുന്നു. ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ അണ്ണാക്കി കൊടുക്കണല്ലോ. അണ്ണാക്കിൽ ഇങ്ങനെ വാരി കൊടുക്കായിരുന്നു. കുറച്ച് എന്റെ വക, കുറച്ച് ഇന്റെ വക. സാറ്റിസ്ഫാക്ഷൻ സത്യം. ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു സന്തോഷം, മനസ്സുഖം. നമുക്ക് ആകെ ഇതൊക്കെ തന്നെയാണ്. അല്ല പിന്നെ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അല്ല, രാവിലെ മുതൽ ഇന്ന് ലൈവ് കാണുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. പിന്നെ കോഴീന്റെ ഓരോരുത്തർക്കും അവരുടേതായ വോയിസ് ഉണ്ട്. കോഴീന്റെ മോനെ നിന്നെ ഞാൻ ഓക്കെ. അപ്പൊ ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ അത് തുടക്കം മുതൽ തന്നെ അങ്ങനെ പറയാം. ഓ ആയിക്കോട്ടെ. പാട്ട് മാംഗല്യം തന്തുനാനെ. ശരിക്കും തന്തുനാനായിട്ടുണ്ട്. തന്തുനാന മാസാണെന്നാണ് വിചാരം, പക്ഷെ കിട്ടിയോണ്ടിരിക്കായിരുന്നു. നല്ല വേടിക്കലായിരുന്നു. ശോഭ മനസ്സിൽ നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാനത്. സത്യം കേട്ടോ. ഇല്ലെങ്കിൽ ശോഭേനെക്കാട്ടിലും മുകളിൽ കയറിയല്ലോ. ഇല്ലെങ്കിൽ ശോഭ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് പോലും അത് വെച്ചിട്ടായിരിക്കും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ശോഭ കണക്കിന് കൊടുത്തിങ്ങനെ നിക്കുക. ആ സമയത്താണ് റിയാസ് സലീമിന്റെ മാസമായിട്ടുള്ള ഒരു ആസ എൻട്രി അങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. തലങ്ങും വിലങ്ങും, അതായത് അതിനകത്തും പുറത്തുള്ള ആൾക്കാരുടെ ഭാഗ വേറെ. അകത്തുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു പുറത്ത് ഒരു പടി കുറച്ചും കൂടി കൂടും. അപ്പൊ ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ടാസ്ക് ആണെന്നുള്ളതും എന്താണ് ടാസ്ക് ചെയ്യേണ്ടതെന്നുള്ളതും മറന്നുപോയി. ഇവർക്ക് ഇവരുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രോഗ്രസീവ് ആവാൻ വന്നതാ. പണിയാണ് പാലും വെള്ളത്തിൽ കിട്ടി. നല്ല പ്രോഗ്രസീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, അത് ഏറ്റവും താഴെ നിന്നിരുന്ന, ഈ ആഴ്ച പോവാൻ സാധ്യത ഉണ്ടായിരുന്ന ലക്ഷ്മി ഒറ്റ പോക്കാണ്. ഇപ്പൊ ഫൈനൽ 5ലേക്കാ. ഏതൊരാളുടെയും ആരോട് വെച്ചാലും ലക്ഷ്മി ഒന്നുണ്ടാവും ഫൈനൽ 5. സൂപ്പർ എന്ന് തന്നെ പറയുള്ളൂ. കാരണം അത്രയും ഗംഭീരമായിട്ടായിരുന്നു ആൾ. ടാസ്കിന്റെ കാര്യത്തിലാണെങ്കിലും ആള് ടാസ്കിനെ കുറിച്ച് അത്ര ബോധമില്ലെങ്കിലും, ടാസ്ക് എങ്ങനെ കളിക്കണം എന്നുള്ളത് അറിയില്ലെങ്കിലും, പക്ഷെ ആ കഥാപാത്രം അവിടെ നിൽക്കേണ്ട ക്യാരക്ടറിന്റെ അത് നന്നായിട്ട് കുറിച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി. അതെ, കാരണം ഈ ടാസ്ക് എങ്ങനെ കളിക്കണം എന്നുള്ളത് ആർക്കും അറിയില്ല, ഒരാൾക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ആകെ നമുക്ക് പറയാനുള്ളത്, ഈ കഥാപാത്രം കിട്ടിയ കഥാപാത്രം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അതിൽ നിന്ന് ക്യാരക്ടർ മാറാതെ ആരൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ആ സാബുമാനെ എന്തിനാണെന്ന് പോലും ഇവർക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടല്ലോ എന്ന് ആലോചിക്കും. ഒരു 3-4 പ്രാവശ്യം വായിച്ചു കൊടുത്ത ഫസ്റ്റ് ആ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് പിന്നെ എടുത്ത് വായിക്കുന്നുണ്ട് ഇവരൊക്കെ. എന്നിട്ട് പോലും അങ്ങേർക്കുള്ള കഴിവ് എന്താന്ന് പോലും മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെ സാധനങ്ങള്. പിന്നെന്താ അറിയോ, ഈ സാബുമാനോടാണെങ്കിൽ നമുക്ക് സാബുമാനെ കാണുമ്പോഴത്തേക്ക് ഒരു വിഷമോ ഒരു ഇഷ്ടമൊക്കെ, ഭയങ്കര ഒരു ഇഷ്ടമൊക്കെയാണ് ഇപ്പൊ തോന്നുന്നത്. എന്റെ നെഞ്ച്, ഞാൻ അതായത് സാബുമാന്റെ എന്ത് സംഭവം കണ്ടല്ലോ, റീല് കണ്ടാലും എന്റെ നെഞ്ച് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നടാ. സഹിക്കാൻ പറ്റുന്നില്ല, സത്യമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആളെ നോക്കുമ്പോഴൊക്കെയാണ് ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനമൊക്കെ മറ്റുള്ളവരവിടെ വിളമ്പുന്നുണ്ടല്ലോ, നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതായത് പാവം പിടിച്ച മനുഷ്യൻ. ശരിയാണ്, ബിഗ് ബോസിന്റെ ഭാഗമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ആളവിടെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ കളിക്കുന്നില്ല. പക്ഷെ ആള് പാവാണ്, നല്ല മനുഷ്യനാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതിനും പ്രശ്നമല്ല. നമുക്ക് അങ്ങനെ അതും ഒരു നല്ല ഒരു സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആണല്ലോ. ഇവിടെ നല്ല മനുഷ്യന്മാരും വേണ്ട എന്നെ പോലെ. ഇവൻ വളരെ എണ്ണത്തിൽ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇവനെ പോലെയുള്ള കുറച്ച് ആൾക്കാരുള്ളൂ. 100-1 ഉള്ളൂ. അപ്പൊ കൊറേ ആയി. വേണ്ട, അപ്പോഴും കുറച്ചൊക്കെ ആയി. അഡ്ജസ്റ്റ് ചെയ്തോ. മനസ്സിലുണ്ടോ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നല്ല മനുഷ്യരുള്ളൂ. അപ്പോ ഇവന്റെ ഒക്കെ കൂട്ടത്തിൽ കൂടാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അല്ല, എന്തെന്നറിയോ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിന്റെ പ്രതിഫലനമാണ്. അല്ലെങ്കിൽ അതിന് നേരെ വെക്കുന്ന പലതും മനസ്സിലാക്കാൻ, ഇന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഒക്കെ ഉള്ള ഒരു കണ്ണാടിയാണ്. നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന കണ്ണാടി എന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിന് ഇങ്ങനെയുള്ളവരെയും വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും കൂടിയും ഇതിലൂടെ നമുക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതെ, ഇങ്ങനെ ഒരാളും വേണ്ടേ. അല്ലാതെ എല്ലാത്തിനും തർക്കിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും ഒരു കാര്യവും സമ്മതിക്കാത്ത അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ ഒരു സമൂഹത്തിൽ വേണ്ടത്.
ഫുഡ് വെറും 5 മിനിറ്റ് ആണ് ആൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഹറാസ്മെന്റിന്റെ വേറെ ലെവലാ. സത്യം. ശരിക്കും അത് ആളെ അങ്ങനെ കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനെ തന്നെ കളിച്ചത് കൊണ്ട് ഭയങ്കര ആത്മാർത്ഥതയോടെയാണ് അത് ചെയ്തു പോണതേ. എങ്ങനെയാണ് ആലോചിച്ച് ഞാൻ അത് അന്തം വിട്ടുപോയി. അതെ, ആളിങ്ങനെ കാണിക്കുമല്ലോ വീഡിയോ, അതായത് റീൽസ്. ഞാൻ അത് കണ്ടിട്ട് ആള് ബ്ലോക്ക് ചെയ്തു എന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അൺബ്ലോക്ക് ചെയ്ത്. ഒരാളെ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് അവരോടുള്ള ഒരു ഇഷ്ടം കൂടും. ചില ആൾക്കാരോട് ഉണ്ടായിരുന്ന ഇഷ്ടം നമുക്ക് ഇല്ലാണ്ടാവുക ചെയ്യാം. ഇത് ഇല്ലാത്ത ഇഷ്ടം നമുക്ക് അവരോട് തോന്നിപ്പോകും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ലക്ഷ്മിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ആളുടെ സ്റ്റാൻഡ്, ആളുടെ ബോൾഡ്നെസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ അയാളോട് റെസ്പെക്ട് ചെയ്യണം. ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അയാളുടെ നിലപാടാണ്. അയാൾ അതിൽ ഉറച്ചു നിൽക്കുക. ആരും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ആളോട് റെസ്പെക്ട് തോന്നുകയാണ്. ആദ്യം വന്ന സമയത്ത് നമുക്ക് അത് തോന്നിയിട്ടില്ല. അതെ, പിന്നെ നിൽക്കുന്നതില് അതായത് 2 വർഷം ചിന്തിക്കണല്ലോ. ഒരു വർഷം ചിന്തിക്കുമ്പോ അവരുടെ ഭാഗത്തും ശരികളുണ്ട്. തീർച്ചയായിട്ടും എല്ലാം ശരിയെന്നല്ല, ശരികള് അവരുടെ ഭാഗത്തുണ്ട്. അപ്പോ ആള് ഇതില് അടിയുറച്ച് നിൽക്കുമ്പോൾ അതിന് അതിൻ്റെതായ സപ്പോർട്ട് വരും. ഇനി ആള് എത്ര കട്ടക്ക് നിന്നാലും അടിയുറച്ച് ഒരു മാറ്റമില്ല, ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തീരുമാനിച്ച് നിന്നാലും തെറ്റ് മാത്രമുള്ളെങ്കിൽ ആരും കൂടെ നിൽക്കില്ല. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനെ കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇന്നലെ നടന്ന ബാക്കി കാര്യങ്ങളെ കുറിച്ചാണ്. ഉച്ചയ്ക്ക് ആരിനും ഷാനവാസും തമ്മിൽ ഒരു ഉടക്കം നടന്നിട്ടുണ്ട്. തിരുത്തണം. ആ നോട്ടം നീ ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന നോട്ടം ഇങ്ങോട്ട് വന്നില്ല, എനിക്ക് അപ്പളെ പിടി കിട്ടിയ എന്നുള്ള സാധനം വരാഞ്ഞിട്ടാന്ന് എനിക്ക് അപ്പളെ മനസ്സിലായി. അപ്പൊ ആള് ഇന്നലെ ഉച്ചയ്ക്ക് ഷാനവാസ് ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉടക്കുണ്ടാകും. ഷാനവാസ് അപ്പൊ തന്നെ തിരിച്ചു പറഞ്ഞു ഈ ഔട്ട് സൈഡറാ. അല്ല, ക്രിഞ്ചൻ ഫാൻസിന്റെ ഭാഗത്ത് സംസാരിക്കാതിനെ കുറിച്ച്. നീ ഔട്ട് സൈഡറാണ്. ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസിന് സംസാരിക്കാൻ പറ്റും. ഞങ്ങളുടെ മുതല് ഇന്നലെ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതായത് ക്രിഞ്ചൻ എന്ത് ചെയ്തു, ഷാനവാസിന്റെ അടുത്ത് വരുന്നു, ഷാനവാസിനോട് കോർക്കുന്നു, നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. അനീഷിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു, ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു. ഞങ്ങൾക്ക് കൂടുതലായിട്ട് സന്തോഷം കിട്ടിയ ഒരു കിട്ടലുണ്ടായിരുന്നു. അല്ല, ഷാനവാസിന്റെ തന്നെ. നീ പറഞ്ഞു തന്നെ, നീ ഇവിടെ പുറത്തുള്ള ആളാണ്, നീ ആരാണ്, നീ ഒരു ഹോട്ടലുമായിട്ട് നിനക്ക് എന്ത് ബന്ധമുള്ളത്, നീ വെറും ഒരു, അതായത് ഇതിന്റെ മുതലാളിയുടെ മകളുടെ ബോയ് ഫ്രണ്ട് മാത്രമാണ്. നീ ആരാന്ന്. ആഹാ, ക്രിഞ്ചൻ ഫാൻസ് എന്ന രീതിയിൽ ഞങ്ങൾ അതില് തൃപ്തരാണ്. നന്ദി അറിയിക്കുന്നു, ഷാനവാസിനോട് നന്ദി അറിയിക്കുന്നു, ഫാൻസിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഷാനവാസ് ഇന്നലെ പൊളിയായിരുന്നു ആ സമയത്ത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോള് അതിനുശേഷം വൈകുന്നേരം വീണ്ടും കിട്ടി ഒനിയലിന്റെ ക്രിഞ്ചൻ ഫാൻസ് വീണ്ടും. എന്റെ മോനെ ആ സമയത്ത് സംഭവം ഇവര് പ്രാങ്ക് ചെയ്തൊക്കെയാണ്. പക്ഷെ ഇത് ഒനിയിൽ അറിയുന്നില്ല. പക്ഷെ ഇത് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഉപ്പ് കൊണ്ടിടാനും പറഞ്ഞിട്ടില്ല. അത് ലാസ്റ്റ് അതാ പറഞ്ഞ ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടു കഴിയുമ്പോ ഒരു പ്രാങ്ക് ആക്കലുണ്ടല്ലോ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നമായി ഇത് ആളെയാ ഇത് പ്രാങ്ക് ആയിട്ട് ചെയ്താടാന്ന് പറഞ്ഞിട്ട് പോണ ഒരു സംഭവം ഉണ്ടല്ലോ. അത് സംഭവം അതിങ്ങനെയായിരുന്നു. അതായത് റിയാസ് സലീം നിൽക്കുന്നു, ആര്യനും ക്രിഞ്ചനും ആദിലെ ഒരുമിച്ച് നിൽക്കുന്നു. ഇവർ ചോദിക്കുകയാണ് എന്തും ചെയ്യട്ടെ, അതായത് അതിനുള്ള അനുവാദം തന്നാലും എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആദില പോയി, ആദിലയുടെ തീരുമാനമായിരുന്നു എന്ത് ഉപ്പിടുക എന്നുള്ളത്. അല്ലാതെ അത് റിയാസ് സലീം പോയി ഉപ്പിടുക എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്കെല്ലാം സമ്മതിച്ചു കൊടുത്തുന്നുള്ളൂ. അപ്പൊ അത് എന്തും ചെയ്യാം, ആക്ട് എന്തും ചെയ്യായിരുന്നു. ഇപ്പൊ ക്രിഞ്ചനെ പറഞ്ഞയക്കുന്നുണ്ട് ബെഡ്റൂം അലമ്പാക്കാൻ. പിന്നെ ആക്ടിവിറ്റി ഏരിയയില് ചവറ് കൊണ്ടുവരുന്നുണ്ട്. ആര്? ക്രിഞ്ചനും മറ്റൊരു ക്രിഞ്ചനും. ഓക്കെ, അപ്പോ ചവറ് ഇഷ്ടം പോലെ അവിടെ ഉണ്ടല്ലോ, അതിലെ കുറച്ച് ചവറ് വലിച്ചെറിഞ്ഞ്. ഓക്കെ, അങ്ങനെ ഇത് ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞ് റിയാസ് സലീം പറഞ്ഞയച്ചതിന്റെ പ്രകാരമാണ് അവിടെ ക്രിഞ്ചൻ ഫാൻസ് പറയാണ് കേട്ടോ. ക്രിഞ്ചൻ അങ്ങനെ ചെയ്തത്. ക്രിഞ്ചൻ അല്ലെങ്കിൽ ചെയ്യും, ഞങ്ങൾ വാങ്ങാനുള്ളത് വാങ്ങിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ക്രിഞ്ചൻ ഇന്നലെ കിട്ടിയതനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ സീസണില് എല്ലാവരുടെയും ഒരുമിച്ച് കിട്ടിയ ദിവസം കൂടി ഇന്നലെ. അതെ, അതിലേക്ക് വരാം. ക്രിഞ്ചൻ ഫാൻസിന് സംസാരിക്കാണ്ട്. ഈ ആദില ചെയ്ത സാധനം ഉണ്ടല്ലോ, അതായത് ഉപ്പിടുക എന്നുള്ളത്, ഇത് കളിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ഫുഡിൽ ഉപ്പ് വാരി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആ ഉപ്പ് വാരിയിട്ട സാധനം
ഈ ഗസ്റ്റിനെ കൊണ്ടും ഈ ആദിലിനെ കൊണ്ടും തീറ്റിക്കണായിരുന്നു ശരിക്കും. ഏത് തിന്നടാന്ന് പറഞ്ഞിട്ട് അണ്ണാക്കിലേക്കാണ് തിരികെ കൊടുക്കണായിരുന്നു. ഏത് കോത്താഴത്തെ കൊച്ചമ്മയാണെങ്കിലും വേണ്ടില്ല, ഇത് തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് പറയണേ. അതെ, അവിടെ അവരെല്ലായിടത്തും വലിയ വീമ്പടിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ദിവസം ഫുൾ സൂപ്പ് മാത്രം കുടിച്ചിട്ടാ ജീവിച്ചെന്ന്. ഫുഡിന്റെ വില അപ്പം അറിയുന്ന ആൾക്കാരാണ്, അത് നല്ലപോലെ അറിയുന്ന ആൾക്കാര് ഫുഡിനകത്ത് ഒരു പ്രാങ്ക് കാണിക്കുക എന്ന് പറഞ്ഞാല് ചെറ്റത്തരാണ്. അത് ഗസ്റ്റിനും കൂടി ഉള്ള ഫുഡാണ്. അതെ, അതിനകത്ത് എനിക്ക് ഒനീൽ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ പുറത്താണ് എന്റെ ചെകിളടിച്ച് പൊളിച്ചേനെ ക്രിഞ്ചനോട് എന്താ മോനെ സാധനം. സാറ്റിസ്ഫാക്ഷൻ. ആ സമയത്ത് എന്റെ ക്രിഞ്ചന്റെ മോന്ത ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസിന് ഹാപ്പിയായിരുന്നു. അളിഞ്ഞിട്ടും പേടിച്ചിട്ടും എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തൊരവസ്ഥ. എടാ ഇവളാടാ ഉപ്പിട്ടത് ഞാനല്ലോ ക്രിഞ്ചന്റെ ഫുള്ള് അനുകരിച്ച് പഠിച്ചു തുടങ്ങിയില്ല. ക്രിഞ്ചൻ ഫാൻസ് ആണ് ഞങ്ങൾ ഏത് ലെവലിലേക്കും പോവും, ആരുടെ കാലും നക്കും. അത് ക്രിഞ്ചൻ ഫാൻസിന്റെ പവറടാ. ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസ് എന്തിനാണ് അവിടെ വോട്ടും ചെയ്ത് ക്രിഞ്ചനാണ് നിർത്തുന്നത്? ഇനിയും കൂടുതൽ വരാനുണ്ട്. മറ്റു പലരുടെ ഭാഗത്തുനിന്ന് ഇനി ഞങ്ങൾക്ക് കിട്ടാനുണ്ട് കുറെ. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകും. അവിടെയുള്ള 15 പേരുടെ ഞാൻ വാങ്ങും, എന്നിട്ടേ ഞാൻ പുറത്തു പോകും. അതെ, ഇന്നലെ അപ്പൊ ഈ ആദിലിന്റെ കാര്യം, അപ്പൊ ഈ ആദിലയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി ആയിട്ടുള്ള, ഭയങ്കര പൈസക്കാരിയാണെന്നുള്ള ഭയങ്കരമായിട്ടുള്ള എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സാധനം ഇതാണ്, അച്ഛന്റെ സ്വത്ത് ദൂർത്തടിക്കുന്ന മകൾ. അപ്പോ ഇതില് ഈ അഹങ്കാരി എന്നുള്ള ലെവലിലേക്ക് വേണമെങ്കിൽ ആൾക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടാകുമ്പോൾ ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷെ ഈ ചെയ്യുന്നതില് എന്ത് ചെയ്യണം എന്നുള്ളത് ആദിലയുടെ തീരുമാനമാണ്. അത് ഫാൻസ് അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ളതും കൂടി വിലയിരുത്തപ്പെടണം സ്വന്തമായിട്ട്. അതെ, ഇവരൊക്കെ ഇപ്പൊ ഈ പുറത്തുള്ള ഈ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ മൊത്തം ഇനിയിപ്പോ സംസാരിക്കും അത് പ്രാങ്ക് അല്ലേ എന്നറിയാം. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 18 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് ഉണ്ടാക്കേണ്ട സാധനമല്ല പ്രാങ്ക്. അതിൽ കൊണ്ടുപോയി ഉപ്പ് വാരിടുന്നതല്ല പ്രാങ്ക്. അതെ, പ്രാങ്ക് ആണ്, പക്ഷെ അത് വളരെ മോശം പ്രാങ്ക് ആയിപ്പോയി. അതും അവിടെ അതിന്റെ വില അറിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇത് പ്രാങ്ക് അല്ല, അതായത് ആ രീതിയിൽ പെരുമാറിക്കോ, അവരെ ഹറാസ് ചെയ്തോ തന്നെയല്ലേ. അതായത് അതിന് അനുമതി ആര് കൊടുത്തു? ഗസ്റ്റ് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലെങ്കിൽ തന്നെ ഇവരെന്തൊരു മണ്ടന്മാരാണ്. ഗസ്റ്റ് എന്താ അനുമതി? ഗസ്റ്റ് എന്താ സമ്മതിക്കാനാണ് ഇവര്? ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതെ, അവിടെ ഹോട്ടൽ എന്ന് പറഞ്ഞ സാധനം അയാള് വിലക്ക് വാങ്ങിച്ചിട്ട് വരുന്നതല്ല, അയാള് പറയണ എല്ലാം കേൾക്കാൻ വേണ്ടി അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാള് പറയുന്ന എല്ലാം തെണ്ടിത്തരം ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ സ്റ്റാഫിന്റെ പണി. അതായത് ഇതിന്റെ മുതലാളിയാണല്ലോ ആദില, ഓണറാണ് ആദില. അപ്പോ അവിടെ ഉള്ള സ്റ്റാഫുകളെ വെറുപ്പിച്ചിട്ട് സ്റ്റാഫുകളൊക്കെ ഈ പണി ഒഴിവാക്കി പോയിട്ട് ആ ഹോട്ടൽ പൂട്ടിച്ച അങ്ങനെ ഉണ്ടാവും. ആ ലെവലിലുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തത്. ഇന്നലെ അതുപോലെ ഗസ്റ്റിന്റെ വൈക്ക് പോവും. അതെ, അവര് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾ ബാക്കി എന്ത് ചെയ്യും? ഹോട്ടൽ എന്ത് ചെയ്യും? അതിനിടയ്ക്ക് ഒനിയിൽ ചോദിക്കുന്നുണ്ട്, ഈ ടാസ്ക് തീരുന്നോടം വരെയല്ല നീ ഇങ്ങനെ നിൽക്കുള്ളൂ. സത്യല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇവരുടെ ഒപ്പം തന്നെയല്ലേ ഈ നിൽക്കാൻ പോകേണ്ടത്. ടാസ്ക് ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടുത്തെ കണ്ടസ്റ്റൻസും പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും അത് ഒരു ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2 ദിവസം അവര് വന്നു പോവും. പിന്നീടുള്ളത് ഈ 16 പേരാണെന്നുള്ളൊരു ധാരണ ഉള്ളിൽ വേണ്ടേ? തീർച്ചയായും വേണം. ഇതൊക്കെ കുറെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയെങ്കിലും വേണം. പിന്നെ എന്തായാലും ഒണിയിൽ പൊളിച്ചിട്ടുണ്ട്. ഇന്നലെ ഒണിയിലിന്റെ ദിവസമായിരുന്നു, ലക്ഷ്മിയുടെ ദിവസമായിരുന്നു. നമ്മളത് ആൾറെഡി കഴിഞ്ഞൊരു കാര്യമാണ്. വീഡിയോ ആൾറെഡി ചെയ്തത്. അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യം. അതെ അതെ അതെ, അതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. അതെ, പിന്നെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൂടി നമുക്ക് പറയണം. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിയാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു സീക്രട്ട് ടാസ്ക്. അതെ അതെ, അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അത് റിയാസ് ചെയ്യിപ്പിച്ച രീതി. അതായത് 3 ടാസ്കുകളെ കൊടുത്തത്. ഒന്ന് അനീഷിനെയും ഷാനവാസിനെയും പിടിച്ചിരുത്തിയിട്ട്, അതായത് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കണം, ഐ ലവ് യു ഡിയർ ഫ്രണ്ട് ഷാനവാസ് എന്ന് പറയണം. അത് ഭയങ്കര ടാസ്കാ. കാരണം അനീഷ് അത് പറഞ്ഞു കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അനീഷിനെ പോലെ ഒരു ക്യാരക്ടർ, ആ സാധനം. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് അത് തന്നെ ടാസ്ക് കൊടുത്തത്. അത് കുറച്ച് റിസ്ക് ഉള്ള സാധനമാണ്. മാക്സിമം കുറെ പണിയെടുത്തു അതൊന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. മലയാളത്തിലെ ആള് പറയും
മലയാളത്തില് ഈ സംഭവം പറയുന്നുണ്ട്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഷാരോൺ, പക്ഷെ ഇംഗ്ലീഷിലാണ് പറയൂല. എന്റെ മോനെ എത്ര സമയം എടുത്തു പറയാന്ന് പറയും, പക്ഷെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം കയ്യടിയായിരുന്നു. ലാസ്റ്റ് പറയിപ്പിച്ചു. അത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, അതായത് കണ്ണാന്തുമ്പി പോരാമോ 5 പേരെ കൊണ്ട് പാടിപ്പിക്കണം, അത് പാടിപ്പിച്ചു, അതും പാടിപ്പിച്ചു. അത് നല്ല രസമായിരുന്നു. അതും അതിലേക്ക് എത്തിപ്പെട്ട വഴി അടിപൊളിയായിരുന്നു. അതായത് വെഡിന്റെ അവിടെ ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു, അതിനുശേഷം ചെയ്യിപ്പിക്കുന്നു. പിന്നെ അതിനുശേഷം ജിസയില്, ആര്യൻ, സോറി ക്രിഞ്ചൻ, അനുമോൾ, ഇവരെ 3 പേര് ഒരുമിച്ച് നിർത്തിയിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോ. ഇതായിരുന്നു. അല്ലല്ല, സാധാരണ ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിൽ, അതിന്റെ മുമ്പിലേക്ക് എത്തിച്ച വഴി അടിപൊളിയായിരുന്നു. ജിസേലിന് വയ്യാന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ടിരുന്നു 2 പേരെയും. ക്രിഞ്ചൻ അവിടെ നിന്ന് എണീറ്റ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അനുമോളെ പുറത്തു നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അനുമോൾ ആ സമയത്ത് ഇത് ജിസേലാണെന്നും ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഇതൊക്കെ മറന്നിട്ട് ഒരാൾക്ക് വയ്യ എന്ന് തോന്നുന്ന സമയത്തുള്ള ഒരു നല്ല മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം, അതാണ് ഈ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സാധനമുണ്ട്. അതെ, ആ നന്മ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ചില ആൾക്കാരാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കൂല, അത് ഭയങ്കരമായിട്ട് ഇതേയില്ല. ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. അയ്യോ വയ്യേ ആ രീതിയിൽ അതിന് പിന്നെ ചെയ്ത് കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും ആ സെൽഫി കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഒരു വീഡിയോ കിട്ടിയത് വളരെ നല്ല കാര്യം, അടിപൊളിയായിരുന്നു. അത് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് ഒപ്പിച്ചൊരു വഴിയുണ്ടല്ലോ, സൂപ്പറായിരുന്നു. അത് ഈ 3 ടാസ്കിനും. അതെ, പക്ഷെ അത് ശരിക്കും കിട്ടിയെന്നുള്ളത് നോക്കാം. അതല്ല, ശരിക്കും കിട്ടിയില്ല. ഒന്നില് വീണ് കിടക്കുന്ന അങ്ങനത്തെ ഒരു സാധനമാണ്. അത് മാത്രല്ല, ഉണിയിൽ ആ സമയത്ത് കയറിയിരുന്നു. ഉണിയിലിനെ വിളിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഉണിയിലിന്റെ നല്ല മനസ്സും കൂടെ പറയുമ്പോഴത്തേക്ക് ഇത് സാധാരണ രാത്രി കേട്ടോ, പലരും ഉറങ്ങുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അതായത് ഇത് അറിഞ്ഞാൽ പോലെ എന്താണെന്നുള്ള രീതിയിൽ തിരിഞ്ഞു കിടക്കുന്ന ആൾക്കാരുള്ളത്. അപ്പൊ ഉണിയിലും അവിടെ വെള്ളം കൊണ്ട് അവിടെ ഓടിയെത്തി എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓക്കെ, എന്തായാലും ഇന്നലെ ഒണിയില് ഭയങ്കരമായിട്ട് ആളുടെ ഗ്രാഫ് ഒന്ന് ഉയർത്തി, സാബുമാൻ ഉയർത്തി, ഒണിയില് ലക്ഷ്മി, സാബുമാൻ. അതെ, അതായത് ഈ വീക്കെൻഡിൽ പോകുന്നു വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ വൻ വരവ് വന്നായി. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ യാത്ര പറയും ആശാൻ. അതെ അതെ, അതൊക്കെ കാണാം. അപ്പൊ എന്തായാലും വരാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം. ബൈ.